നമസ്കാരം. നമ്മളിപ്പോൾ കപ്പൽപ്പള്ളിയുടെ തിരുനാളായിട്ട് ബന്ധപ്പെട്ടുള്ള വായനയൊക്കെ കഴിഞ്ഞിങ്ങനെ ഒരു പാക്ക് ചെയ്ത് നമ്മൾ തിരിച്ചു പോകാനുള്ള സമയത്താണ് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ മാനേജർ എന്നുള്ള നിലയ്ക്കും അതുപോലെ തന്നെ മാർഷൽ എന്നുള്ള നിലയ്ക്കുള്ളൊരു നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ ഒരു എന്താണെന്നുള്ളൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ കൊള്ളാം. കാരണം ഞങ്ങൾ ലൈവ് ചെയ്തിട്ടുള്ള 4 മണിക്കൂറോളം ലൈവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ചാനലിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ പോലെയാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ളതൊന്ന് പറയുകയാണെങ്കിൽ, കാരണം ഞങ്ങൾ മൊത്തം വായിച്ച ആളുകളിൽ നിന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ശ്രദ്ധിച്ചത് നിങ്ങളുടെ ടീമിനെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു, നന്നായി വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർവ്യൂ നമ്മൾ സെറ്റ് ചെയ്താണ്. അപ്പോൾ ഒന്ന് ചാനലിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി പറയുകയാണെങ്കിൽ കുറച്ചുകൂടിയും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. എൻ്റെ പേരാണ് ലെവൻലി വൈസ് രാജങ്ങളുടെ ടീമാണ് ഇവിടെ വാങ്ങിച്ചത്. ഇന്ന് ടീമിൻ്റെ മാസ്റ്ററാണിപ്പോൾ. ആ മാസ്റ്ററുടെ പേര് ബിജോയ് ഉണ്ടക്കയം, കോട്ടയം ജില്ലയിലാണ് താമസം. ഞങ്ങളുടെ ടീമിൽ 28 മെമ്പേഴ്സുണ്ട്. പല ജില്ലകളാണ്, കോട്ടയം, എറണാകുളം, ഇടുക്കി, പല ജില്ലകളിലുള്ള ആർട്ടിസ്റ്റുകളാണ് ഈ ടീമിൽ വർക്ക് ചെയ്തത്. മെയിനായിട്ട് മാഷാണ്. എൻ്റെ പാട്ട് നമുക്ക് പഠിപ്പിക്കുകയും ലീഡ്സ് ചെയ്യുന്നതെല്ലാം മാഷാണ്. ഇന്നിപ്പോൾ ഇവിടെ പ്രോഗ്രാം ചെയ്തത് വളരെ ഹാപ്പിയാണ്. അത് നിങ്ങൾ ലൈവ് ചെയ്യുന്ന ഞങ്ങൾ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുമ്പോൾ ഞങ്ങൾ കാണുകയും ചെയ്തു. വളരെ സന്തോഷമുണ്ട്. കപ്പൽപ്പള്ളിയിൽ ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഈ വർഷം ചെയ്തത് വളരെ പോപ്പുലറായിട്ട് ഒരു 1-2 മണിക്കൂർ 1.5 മണിക്കൂറോളം ഞങ്ങളോട് വായിക്കുകയുണ്ടായി. ലൈവ് നിലവിടുന്നു. അവിടെ പ്രോഗ്രാം ലൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടു. ചാനലുകാരും അതുപോലെ പള്ളിയിലെ ഓഡിയൻസ് കമ്മിറ്റിക്കാരെല്ലാം ഞങ്ങളോട് വളരെ നല്ല രീതിയിൽ ഇടപെട്ട് നല്ല സപ്പോർട്ടുണ്ടായി. വളരെ നന്ദിയുണ്ട്. പിന്നെ മാഷ് ഇതിനെക്കുറിച്ച് എൻ്റെ വാക്കിനെക്കുറിച്ചാണ്. ഓക്കെ. അപ്പോൾ മാഷ് ഇപ്പോൾ എല്ലാവരും കോർഡിനേറ്റ് ചെയ്യുന്നു, എല്ലാവരും നമ്മുടെ ടീം ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെ കൊണ്ടു നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇന്ന് നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് ഷെയർ ചെയ്യാൻ. നമ്മുടെ ടീം ഈ വർഷം, ഞാൻ ഈ ടീമിൽ വന്ന ഈ വർഷമാണ്. അതിന് ശേഷം ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം ഇതിനകത്ത് ഉള്ളവരുണ്ട്. എന്നാൽ കുറച്ച് ആർട്ടിസ്റ്റുകൾ കോട്ടയം ജില്ലയിൽ നിന്ന് പുതിയ ഉണ്ടേക്കുന്നത്. അങ്ങനെ എല്ലാം കൂടെ ഒരു ഒത്തൊരുമയോടെ കൂടി പോകുന്നു ആണ്. അതുകൊണ്ട് പരിപാടി വിജയിക്കുന്നു. പിന്നെ എല്ലാം പഴയ ആർട്ടിസ്റ്റുകളാണ്, പക്ഷേ പഴക്കമുള്ളവർ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു പ്രൊഫഷണൽ, നമ്മുടെ ജീവിതവും പ്രൊഫഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഇതായതുകൊണ്ട് നമുക്കൊരു തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് ഒരു ആൾ വരികയാണ്. അപ്പോൾ നമ്മൾ പല ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, അതിലൊരു ഇൻസ്ട്രുമെൻറ്റ് പഠിക്കണം എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ ആ ഒരു സ്റ്റുഡൻറ്റിന് എത്ര സമയം എടുക്കും നമുക്ക് ടീമിൽ ജോയിൻ ചെയ്ത് ഇതുപോലെ തന്നെ ഒരു പെർഫോമൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എത്ര സമയം എടുക്കും? നമ്മൾ ഇതുപോലത്തെ ഒരു ഫംഗ്ഷനിലേക്ക് ആളെ ഒരു ട്രെയിനി ലെവലിൽ, അത് തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ എത്ര സമയം എടുക്കും? അപ്പം ഓരോരുത്തരുടെ കഴിവ് പോലെ ഇപ്പം പറയാൻ പറ്റില്ല. നമുക്കൊരു സമയം പറയാൻ പറ്റിയില്ല. ഓരോരുടെ കഴിവ് പോലെ ഒരു ആവറേജ് ജനറൽ സ്റ്റുഡൻറ്റ് ഒരു 50% എങ്കിൽ പോലും കുറഞ്ഞ ഒരു വർഷം പ്രതീക്ഷിക്കാം. അല്ലാതെ കഴിവുള്ള ആളാണെങ്കിൽ അത്രയും വേണ്ട. ഇപ്പം നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്താം. പിന്നെ പൊതുവെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇപ്പം മോഡേൺ ലൈഫായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം പല പ്രൊഫഷനും തൊഴിൽപരമായിട്ടുള്ള വെല്ലുവിളി നേരിടുന്ന സമയത്ത് ഇങ്ങനത്തെ പല പ്രൊഫഷൻസ് ചെയ്ത ആളുകളും വെല്ലുവിളി നേരിടുന്നുണ്ട്. അവരുടെ പ്രൊഫഷനിൽ കുറേ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അങ്ങനെ എങ്ങനെയും പ്രശ്നങ്ങൾ ഈ ഫീൽഡിൽ ഉണ്ടോ എന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ? ഉണ്ടോ ഇല്ലയോ? പ്രോഗ്രാം ചെയ്യുന്നതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ഒരു പള്ളിയിലൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു അമ്പലത്തിലൊരു പ്രോഗ്രാം എടുക്കണമെങ്കിൽ വളരെ നമ്മൾ റേറ്റ് പറഞ്ഞ് അടുത്തൊരു ടീം അതൊരു കോമ്പറ്റീഷൻ മേഖല പോലെ ആയി ഇപ്പോൾ. വളരെ ഇതിന് മുമ്പ് ഇറങ്ങുമ്പോൾ ഒരേ ടീമും ഞങ്ങളെപ്പോലെ തന്നെ പല ടീമുകൾ ഇന്നിവിടെ വായിച്ച ടീം ഉൾപ്പെടെ കേരളത്തിലൊരു 10-100 അടുത്ത ടീമുകളുണ്ട്. അവരെല്ലാം ഇങ്ങനെ ഈ പ്രൊഫഷനായിട്ട് ഇറങ്ങുമ്പോൾ നമ്മളൊരു റൈറ്റ് പറഞ്ഞാൽ അതിന് കുറച്ച് പൈസ പിടിച്ച് പ്രോഗ്രാം ചെയ്യാൻ ആളുകളിപ്പോൾ ഓൾറെഡി മുമ്പോട്ട് വന്നു. അപ്പോൾ നമുക്ക് പഠിച്ചിട്ട് ഓരോ ക്ലാസ് എടുത്തും പ്രാക്ടീസ് ചിലവെല്ലാം ചെയ്ത് ഒരു ടീം ഇറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു പ്രശ്ന മേഖല ഉണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന, ഇപ്പോൾ എല്ലാ പ്രൊഫഷനിലും കോമ്പറ്റീഷൻ ഉണ്ട്, മത്സരമുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ടീമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ, ഇപ്പോൾ വോയിസിന് സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവും. അല്ലാണ്ട് നമുക്ക് നിങ്ങളെ പള്ളി കമ്മിറ്റിക്കാർ അമ്പലം കമ്മിറ്റി വിളിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അതിൻ്റെ ഒരു നമ്മുടെ ടീമിൻ്റെ പ്രത്യേകത, സ്പെഷ്യൽ മറ്റുള്ള ആളുകളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്?
ഇവരുടെ ഇത് ആർട്ടിസ്റ്റുകളെല്ലാം ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നു. അതാണ് അതിനെക്കൊണ്ട് പരിപാടി വിജയിക്കുന്നത്. അതാണ് അതിൻ്റെ. ഓക്കെ. അപ്പോൾ എന്തായാലും പരിപാടിയൊക്കെ ഗംഭീരമായി, നന്നായി, എല്ലാവർക്കും ഹാപ്പിയായി. അപ്പോൾ ഞാൻ ഈ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീടിനടുത്ത് ഇവിടെ നടന്നു പോകുന്ന ദൂരം അടുത്താണ്. അപ്പോൾ എല്ലാ പെരുന്നാളിലും ഞാൻ വരാറുണ്ട്. ഇപ്രാവശ്യത്തെ പെരുന്നാളും ഗംഭീരമായി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമ്മുടെ ടീമാണ്, അപ്പോൾ വോയിസ്. അപ്പോൾ അതിന് പ്രത്യേകം നന്ദിയുണ്ട്. നമുക്ക് ഒരു നാട്ടുകാരെന്നുള്ള നിലയ്ക്കുള്ളൊരു ഇതുണ്ട്. ചാനലിൻ്റെയും ഭാഗത്തു നിന്ന് ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ താങ്ക് യു, നമസ്കാരം. പിന്നെ ഫൈനലി നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു പാട്ട് വായിച്ചാലോ? ഓക്കെ. താങ്ക് യു.